ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്രാസ് ഹാപ്പി ട്രെയിൽ. ഈ യാത്ര എവിടേക്കാണെന്ന് നിങ്ങൾക്ക് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വൈറ്റ് ഫേസ് മൗണ്ടെയിൻ ആണ്. വൈറ്റ് ഫേസ് മൗണ്ടെയിന് മുകളിലെ ആ ഒരു അമേസിങ് വ്യൂ, അതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം ഞങ്ങൾ പോയതൊരു ഗൊണ്ടോള റൈഡായിരുന്നു. ക്ലൗഡ് സ്പ്ലിറ്റർ ഗൊണ്ടോള, അതാണ് അതിൻ്റെ പേര്. വൈറ്റ് ഫേസ് മൗണ്ടെയിനിൽ തന്നെയുള്ളൊരു ഗൊണ്ടോള റൈഡായിരുന്നു. ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഗൊണ്ടോള ആണ്. നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ കുറച്ച് സമയമെടുക്കും. ഇത് ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ ആനിവേഴ്സറി ഡേ തന്നെ പോയതാണ് കേട്ടോ. പക്ഷേ അന്ന് കുറച്ച് മഴയൊക്കെ ആയ കാരണം വിസിബിലിറ്റി കുറച്ച് കുറവായിരുന്നു. എന്നാലും ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. ഇതാ ഇപ്പോൾ നമ്മൾ ഏകദേശം മുകളിൽ എത്താറായിട്ടോ. ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഫാൾ ടൈമൊക്കെ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ ഇലകളൊക്കെ ഒരു വേറെ കളറായിരിക്കും, ഒരു യെല്ലോ ബ്രൗൺ കളറൊക്കെ ആയിട്ട് സൂപ്പറായിരിക്കും കാണാനായിട്ട്. എനിക്ക് എന്തായാലും ആ ഒരു സമയത്തും കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഈ ഒരു സ്ഥലം വിൻ്റർ ടൈമിലും നല്ല ആക്റ്റീവായിരിക്കും കേട്ടോ. വിൻ്റർ റിലേറ്റഡ് ഗെയിംസ് ഒക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇത് അറിയപ്പെടുന്ന തന്നെ വിൻ്റർ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗെയിംസ്, അതുപോലെ സ്നോ ആക്ടിവിറ്റീസ്, സ്നോ സ്ലൈഡിങ്, സ്കീയിങ്, അങ്ങനെയുള്ളതൊക്കെ ഇവിടെ നടക്കാറുണ്ട് കേട്ടോ. ഇതാ തിരിച്ചു പോകുമ്പോൾ കണ്ടില്ലേ, നല്ല മഴയായി, ഫുള്ള് കവറായി. നമുക്ക് ഒന്നും ശരിക്കും പുറത്തേക്ക് കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്തതായി നമ്മൾ നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. വൈറ്റ് ഫേസ് മൗണ്ടെയിൻ്റെ ആ ഒരു പീക്ക് വ്യൂ അത് കാണാനായിട്ട് പോവാണ്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. So this is 2877 feet above the sea level. We are climbing up the White Face Mountains in the Adirondack regions. The weather today is warm, not warm, it's 14 degrees Celsius. Dhrukuti is sitting silently in the back. Yeah, and giving the live commentary weather report. There you can see the old mountain. Wow. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഞാൻ വീഡിയോയിൽ കണ്ടോണ്ട്. ഏട്ടനിവിടെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട് ഒരു ലൈവ് കമൻട്രി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പോണ വഴിയിൽ. We are flying guys, നോക്കൂ. യെസ്, വി ആർ ഓൾമോസ്റ്റ് ദെയർ. ശരിക്കും നമ്മൾ ആ ഒരു ക്ലൗഡൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യണ പോലെ ഉണ്ട് കേട്ടോ. ഫ്ലൈ ചെയ്ത് പോണ പോലെ ഉണ്ട്. ഇതാ അപ്പോൾ നമ്മളവിടെ എത്തി കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു മുകളിൽ പോയിട്ട് ആ ഒരു ടോപ്പ് വ്യൂ കാണണം. അതാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ. അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ട് വഴിയുണ്ട്. ഒന്നെങ്കിൽ നമുക്കൊരു ടണൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഹൈക്ക് ചെയ്ത് സ്റ്റെപ്സ് കയറി പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഈ ടണൽ വഴിയാണ് പോയത്. തിരിച്ചു വരുമ്പോൾ സ്റ്റെപ്സ് ഇറങ്ങി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെങ്ങനെയുണ്ട് നമുക്ക് അറിയില്ലല്ലോ, സ്റ്റെപ്സ് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. ഈ ഒരു ടണൽ ഇതൊരു സ്റ്റോൺ കാർവ്ഡ് ടണലാണ്. പാറകൾ പൊട്ടിച്ച് നിർമ്മിച്ച ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ടണലാണിത്. 1930 ഇത് നിർമ്മിച്ചത്. 400 ഫീറ്റ് ഉണ്ട് ഇത്. ഇതിൻ്റെ എൻഡിലായിട്ട് ഒരു എലിവേറ്റർ ഉണ്ട്. അപ്പോൾ ആ എലിവേറ്റർ കയറി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വൈറ്റ് ഫേസ് മൗണ്ടെയിനിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ച കാണാം. ആ ഒരു ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. പാറകൾക്കിടയിൽ കൂടിയാണ് കേട്ടോ ആ ഒരു എലിവേറ്ററും നിർമ്മിച്ചിട്ടുള്ളത്. ഇതാ ഇപ്പം നമ്മളിവിടെ എത്തി. ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. വാവ്, എന്ത് രസമാണല്ലേ കാണാനായിട്ട്. ഞങ്ങളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ദേ ഇറങ്ങാൻ പോകുന്നുള്ളൂ. നല്ല കാറ്റാണ് പുറത്ത്. നല്ല ആ ഒരു ഇത്രയും ഹൈറ്റിലല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാറ്റ് ഭയങ്കരമായിരുന്നു. കണ്ടില്ലേ, എന്ത് രസമാണല്ലേ ഈ ഒരു വ്യൂ. ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നുണ്ടായിരുന്ന ആ മിറർ ലേക്ക് പ്ലാസിഡ്, ആഡിറോണ്ടാക്ക് മൗണ്ടെയിൻ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ന്യൂയോർക്കിലെ 5th ഹയസ്റ്റ് മൗണ്ടെയിൻ ആണ് വൈറ്റ് ഫേസ് മൗണ്ടെയിൻ.
4867 ഫീറ്റ് എബോവ് ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എനിക്ക് ഞങ്ങളുടെ ഈ ട്രിപ്പിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ഥലമാണ് കേട്ടോ. അതിന് കാരണം വേറൊന്നുമില്ല, ആ ഒരു വ്യൂ ആണ്. ഒരു ബ്രെത്ത് ടേക്കിംഗ് വ്യൂ എന്ന് തന്നെ പറയാം. അങ്ങനെ കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു, നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്സ്, ആ ഒരു ട്രെയിൽസ് വഴി ഇറങ്ങാം എന്നാണ് വിചാരിച്ചത്. അതും എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. ഈ വൈറ്റ് ഫേസ് മൗണ്ടെയിനിൽ ഇതുപോലെ നിറയെ ട്രെയിൽസ് ഉണ്ട് കേട്ടോ. ചെറുതും ഉണ്ടായിരിക്കും, വലുതും ഉണ്ടായിരിക്കും. ഈ ഹൈക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് ചൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഹൈക്കിംഗ് ഒക്കെ ഇഷ്ടമാണ് ഞങ്ങൾക്ക്. പക്ഷേ മോനെ വെച്ച് നമുക്കത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയില്ല. അത് കാരണം നമ്മൾ അതൊന്നും ചൂസ് ചെയ്തില്ല. തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെയർവേ വഴി തന്നെയാണ് ഇറങ്ങിയത്. കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു, ചെറിയ പാറകളൊക്കെ ആയിരുന്നു. പക്ഷേ മോനും അതൊക്കെ ഇഷ്ടമായിരുന്നു. അവനും അതൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് താഴേക്ക് ഇറങ്ങിയത്. അവൻ ചാടി ചാടി ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ട്രെയിൽസ് ഇവിടെ അവസാനിച്ചു. യാത്രകൾ ഇനിയും അവസാനിക്കുന്നില്ല, അത് ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ യാത്രാവിശേഷങ്ങളും ജീവിതത്തിലെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ ഹാപ്പി ട്രെയിൽസ് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.